പ്രിയപ്പെട്ടവരെ, എൻ്റെ മകന് SMA ആണ്. SMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 2 ആണ് ആൾക്ക്. അപ്പം മസിലുകൾ ദ്രവിച്ചു പോകുന്ന ഒരു രോഗമാണ് ഈ SMA എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മരുന്നിന് 15 കോടിയോളം രൂപ വില വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജനകീയ സമിതി കൂടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് ലോകേറ്റവും കൂടിയ മരുന്നാണ് ഇതിന് ഉള്ളത്. അപ്പോൾ അത് 15 കോടിയാണ് നിലവിൽ പറയുന്നത്. ഞങ്ങൾക്കത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവിടെ ഫീസ് റെഫർ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മാസം 2 പ്രാവശ്യം പോകേണ്ടി വന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ തന്നെയാണ്. അവിടെ നിന്ന് ഒരു മെഡിസിൻ കഴിഞ്ഞ ആഴ്ച കിട്ടി. അവിടെ ഒരു മെഡിസിൻ അത് 6.5 ലക്ഷത്തിൻ്റെ മെഡിസിനാണ്. അത് ഗവൺമെൻറ് 12 വയസ്സ് വരെ സൗകര്യം നോക്കിയിട്ടുണ്ട്. ഈ 12 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ 6.5 ലക്ഷം രൂപ മാസം കണ്ടെത്തിയിട്ട് വേണം കുട്ടിക്ക് ഒരു മാസത്തെ മെഡിസിൻ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ജീവിതകാലം വരെ കാലം വരെ കഴിച്ചു. ആദ്യത്തെ 12 വർഷം സൗകര്യമാണ്. 6 വർഷമായിരുന്നാണ്. അപ്പോൾ കഴിഞ്ഞ മലയാള ഭാഷയിലെ കുട്ടി ദേശീയ അടിസ്ഥാനത്തിലേക്ക് ഒരു മാസത്തിനടക്കാണ് 12 വയസ്സിലായി. 6 വർഷം കുട്ടി. അപ്പോൾ നിലവിലിപ്പോൾ 12 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ 6.5 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് മെഡിസിൻ മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. അപ്പോൾ അത് കമ്മിറ്റി അതുകൊണ്ട് ഒരു മന്ത്രി എന്ന നിലയിലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിനെ നമുക്ക് അതായത് സംസാരിക്കുന്നത് ശരിക്കും. വിവിധ പ്രസ്ഥാനങ്ങൾ പ്രതിനിധീകരിക്കുന്ന നേതാക്കളെ ഈ ദിവസം ആ ജീവിതത്തിന് ഒരു പുതിയ ജീവൻ നമ്മൾ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുക. അതിൻ്റെ ഭാഗമാണ് ഈ ഭീമമായിട്ടുള്ള ഇതിൻ്റെ തെളിവിന് വേണ്ടിയാണ്. ചട്ടുകാരൻ നോക്കുകയും 15 കോടി അതാണ് കേൾപ്പിക്കുന്നുണ്ടാവുന്ന കുട്ടിയുടെ ചിലവിലേക്ക് സ്വരൂപിക്കുന്നതിനാണ് നമ്മളിവിടെ ഒത്തുചേർക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള വ്യക്തികൾ നേതാക്കൾ
നിരുത്സാഹമായ മുൻകൈയാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തെ സാധാരണ ചികിത്സ എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ട്. ഈ ദൗത്യത്തിന് മാനവികതയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി മനുഷ്യസ്നേഹത്തിന് മഹത്തായ ഈ ദൗത്യത്തിലുണ്ട്. ആ ദൗത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ മുന്നിൽ എടുക്കുന്നുള്ളത് തന്നെ വളരെ വികസനപ്പെടുന്നു. നിങ്ങൾ എടുക്കുന്ന മുൻകൈ കളിക്കുന്നത്, പഠിക്കുന്നത്, സംസാരിക്കുന്നത്, ആ രീതിയിലേക്ക് എത്തിച്ചേരുക എന്ന ഒരു വലിയ ദൗത്യത്തിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, ഇതിന് ചിലവാകുന്ന ഒരു ഇഞ്ചക്ഷന്റെ വില എന്ന് പറയുന്നത് 18 കോടിയോളം രൂപയാണ്. അത്രത്തോളം രൂപ സമാഹരിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്കാണ് നാം ഇപ്പോൾ നടന്നു പോകുന്നത്. നമുക്കൊരു ആശങ്കയും വേണ്ട. ആശങ്കകൾ സ്വാഭാവികമായിട്ടും വരും, പക്ഷെ ഒരു ആശങ്കകൾക്കും അടിസ്ഥാനമില്ല. നമ്മൾ ഒത്തൊരുമിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം രാഷ്ട്രീയത്തിനും അതീതമായി കേരളത്തിന്റെ സമീപകാല ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഈ കൂട്ടായ്മ ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ തുക വളരെ നിഷ്പ്രയാസം സമാഹരിക്കുവാൻ സാധിക്കുമെന്നതാണ് ഞാൻ കരുതുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, അതിനാൽ സർക്കാർ തലത്തിൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഗഹനമായി നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമത്, നമ്മുടെ MLA അതുപോലെ തന്നെ MP അടക്കമുള്ള ജനപ്രതിനിധികളുമായി സംസാരിച്ച് ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരുടെയും സഹായത്തോടുകൂടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ വൈപ്പിൻകരയിൽ തന്നെ ഒട്ടനവധി ചാരിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള ആ ചാരിറ്റി പ്രവർത്തനം പരിശോധിക്കുമ്പോൾ അതിലൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ബോച്ചെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥാപനം വൈപ്പിൻകരയ്ക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ വിഷയം വന്നപ്പോൾ തന്നെ ബോച്ചയുമായും അദ്ദേഹത്തിന്റെ മാനേജറുമായും ഒക്കെ തന്നെ ഈ വിഷയം സംസാരിക്കുകയുണ്ടായി. അവർക്ക് ഈ സമയത്ത് വളരെ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നറിയിക്കുകയും, പക്ഷെ ഇവിടെ രൂപീകരിക്കുന്ന ഈ കൂട്ടായ്മക്ക് എന്ത് സഹായവും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് അദ്ദേഹത്തിന്റെ ടീം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ അവരുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഈ ജില്ലയിലൊക്കെ തന്നെ നമുക്കുള്ള ഇവിടെ ഇരിക്കുന്നവർക്ക് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ, ആ സ്വാധീനം ഈ മഹത്തായിട്ടുള്ള ഈ ദൗത്യത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി ചിലവഴിക്കേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെയാണ് നമുക്ക്
ഈ തുക സമാഹരിക്കേണ്ടത് എന്നുള്ളത് കാണേണ്ടതാണ്. ഏറ്റവും പ്രധാനം ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നവമാധ്യമത്തിലൂടെ മനുഷ്യസ്നേഹികളുടെ ചിന്തയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യ ദൗത്യം. ഇങ്ങനെയുള്ളൊരു സമിതി രൂപീകരിച്ചുകൊണ്ട് മാത്രം വളരെ കുറച്ചു പേർ സന്നദ്ധമായതുകൊണ്ട് മാത്രം ഈ ദൗത്യത്തിലേക്ക് എത്തിച്ചേരുവാനോ പൂർത്തീകരിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. അതിൽ നമ്മുടെ നാളുകൾ, അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എത്തിച്ചേർക്കാൻ അല്ലെങ്കിൽ ഈ വിഷയം, ഈ മെസ്സേജ് എത്തിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. മനുഷ്യസ്നേഹികളായിട്ടുള്ള ഒട്ടനവധി ആളുകളുടെ ഈ കൂട്ടായ്മ, ഇവിടെ രൂപീകരിക്കുന്ന സമിതി, ആ സമിതിയുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. അതിന് CPM എല്ലാ രീതിയിലുമുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കഴിഞ്ഞ ആഴ്ച കിട്ടിയോളം മെഡിസിൻ, അത് 6 ലക്ഷത്തിന്റെ മെഡിസിനാണ്. അത് ഗവൺമെന്റ് 12 വയസ്സ് വരെ സൗജന്യമാക്കിയിട്ടുണ്ട്. ഈ 12 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ 6 ലക്ഷം രൂപ മാസം കണ്ടെത്തിയിട്ട് വേണം കുട്ടിക്ക് ഒരു മാസം മെഡിസിൻ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ജീവിതകാലം വരെ, ജീവിതാവസാനം വരെ കഴിച്ചു. ആദ്യത്തെ 12 വർഷം സൗജന്യമാണ്. 6 വർഷമാണ്. അപ്പോൾ ഒരു കുട്ടി വിദേശത്തെടുത്താണെങ്കിൽ ഒരു മാസത്തിനകത്താണ് 12 വയസ്സായത്. വീണ്ടും മാസം കിട്ടും. അപ്പോൾ നിലവിലിപ്പോൾ 12 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ 6 ലക്ഷം രൂപ നമ്മൾ കഴിയുന്നതിനടുത്ത് മെഡിസിൻ മേടിക്കേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ചെയ്തത്. അത് മാത്രമല്ല, അത് പൗർവത്തെ പൊടിയാണ്. അത് നമ്മുടെ തലയ്ക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതൊരു 5 മിനിറ്റ് കൂടുതൽ പുറത്തോട്ട് വെക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ പുറത്തുമാർ പറയുന്നത്. മാക്സിമം തലയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വേണം, മെഡിസിൻ്റെ അടുത്ത് തന്നെ വേണം. അത് പുറത്തോട്ട് പോകാത്ത അവസ്ഥയിൽ തന്നെ നമ്മൾ അതിൻ്റെ നമുക്ക് പോകാത്ത നമ്മൾ സൂക്ഷിക്കണം. അപ്പം അങ്ങനെ കുറച്ച് നമുക്ക് തയ്യാറാണ്. എന്നാലും നമ്മൾ ആവശ്യം പറയണം. പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കേസുകളും വന്നിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വയസ്സിന് മുമ്പ് എടുക്കുന്ന ഒരു മെഡിസിൻ, അപ്പം അതാണ് ഈ പറഞ്ഞ ഒരു 18 കോടി എന്നാണ്. അതിനെക്കുറിച്ചാണ് വേഗം അഭ്യർത്ഥിക്കുന്നത്. അപ്പം അത് ഹോസ്പിറ്റലിൽ കോഴിക്കോട് അവിടെ ഈ മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന നമ്മളെ അറിവിനെയാണ്. ഈ മെഡിസിൻ എടുത്ത കുട്ടിയുടെ പേരൻസായിട്ട് 2-3 പേരൊക്കെ സംസാരിച്ചു ഇതിനെക്കുറിച്ച്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ടൈപ്പ് 3യിലുള്ള ടൈപ്പ് 1ലുള്ള കുട്ടിക്ക് എടുത്തിട്ട് ആ കുട്ടി ഒരു വർഷം കൊണ്ട് തളർന്നു. ആ തളർന്നു കിടക്കുന്ന കുട്ടിക്ക് ഈ മെഡിസിൻ കൊടുത്തിട്ട് ആ കുട്ടി 2-ാം ദിവസം എഴുന്നേറ്റിപ്പോൾ എഴുന്നേറ്റിരുന്നു. പിന്നെ ശ്വാസം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ശ്വാസം പിന്നീട് കിട്ടി തുടങ്ങി. ഭക്ഷണം കഴിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക്. ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആവുന്ന മെഡിസിനെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ഒരു മെഡിസിൻ, പലരുടെ മെഡിസിൻ കിട്ടുന്ന കുട്ടി കൊടുക്കുന്ന നല്ലതായിരിക്കും എന്ന് തന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് അറിയിപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ അതിന് 15 കോടിയാണ് കഴിക്കുന്നുണ്ട്. നമുക്കൊരു സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു തുകയാണ്. അപ്പോൾ ഞാനിവിടെ ദിവസത്തിൽ സാധാരണ ഓട്ടത്തൊഴിലാളിയാണ്. അപ്പോൾ ഞാൻ നോക്കും ഇത്ര വലിയ മോണല്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ ഒരു 1.5 മാസം പെൻഡിങ് വെച്ചിരുമ്പോൾ അധികം വാങ്ങിക്കാതെ മറ്റേ തന്നെ പ്രോഗ്രാമുകളൊക്കെ വലിയ അവസരം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്.
അതിനുവേണ്ടി ജനകീയ സമിതി രൂപീകരിക്കാനുള്ള പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നോക്കി. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിന് വഴി കൂടി വഴി കൂടി തന്നെ മുന്നോട്ട് പോകണമെന്ന് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ പലരും ഞാൻ പെട്ടെന്നായിട്ടും അല്ലാതെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് പിന്നെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് പൂർണ്ണമായിട്ടും അങ്ങോട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ നിലവിലുള്ള അവസ്ഥ ഏതാണോ ആ അവസ്ഥയെ തന്നെയാണ് തുടർന്ന് അങ്ങോട്ട് ബുദ്ധിമുട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിടന്നു പോകുന്ന അവസ്ഥയിൽ ചിലപ്പോൾ പല ദിവസങ്ങളിൽ വരാം. പെയിൻ ചിലപ്പോൾ ശരീരത്തൊക്കെ കയറാം. അപ്പോൾ അതുപോലെ അവസ്ഥ ഒരു തടയണമെന്ന രീതിയിൽ മരുന്ന് പ്രവർത്തിക്കും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പം ഇവിടുത്തെ മെഡിസിനാണെങ്കിലും ഗവൺമെൻറ് കൊടുക്കുന്ന മെഡിസിനാണെങ്കിലും ഇതിൻ്റെ ഫലം ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിസിൻ എടുത്തിട്ട് ഒരു വർഷം 6 മാസം അങ്ങനെയുള്ള 2 പേരൊക്കെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. പക്ഷേ പിന്നീട് അവർക്ക് ഇപ്പോൾ ഉറപ്പ് വരണമെങ്കിൽ അവരുടെ ശരീരത്തിൽ മെഡിസിൻ കയറിയിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ കൂടി വരാം എന്നുള്ള പഠനം നിലവിൽ ആരും നടത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഈ മെഡിസിൻ പറയുമ്പോൾ അധികം നല്ലതായിട്ടുള്ള ഒരു പിന്നെ ശരീരത്തിൽ രൂപീകരിച്ചിട്ട് ഒരു 2 വർഷം അടുത്തായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒരു സഹകരിച്ച് കുട്ടിക്ക് വേണ്ടി സഹകരിച്ചിട്ട് രൂപീകരിച്ച് ഒന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. ജയിലിലകപ്പെട്ടു പോയ ഒരാളെ മോചിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ 18 കോടി രൂപ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകളുണ്ട് സംഘടിപ്പിച്ച് അതിന് പറയുന്ന കഴിഞ്ഞു. ആ പ്രവർത്തനത്തിൽ ആദ്യം അത് പ്രവർത്തനത്തിൽ നമ്മുടെ കേരള ജനതാദളിനെ പ്രവർത്തിച്ചുകൊണ്ട് ആ മാനുഷിക പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ 3 പേര് പരാമർശിക്കപ്പെട്ട പോഷകരാണ് 1 കോടി രൂപ അതിലേക്ക് സംഭാവന നൽകി. നമ്മുടെ വൈദ്യുതയുടെ അംഗീകാരത്തിലേക്ക് മാത്രം ആശ്രയിച്ച് ഈ കാര്യം മുന്നോട്ട് പോകാൻ കഴിയില്ല. പാർട്ടി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് അത്തരം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായി ഇത്തരം സംരംഭങ്ങളെ ഇടപെടാനും സഹായിക്കാനും ഉള്ള പല ഏജൻസികളും ആളുകളും വ്യക്തികളുമെല്ലാം ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെ ആരെല്ലാം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിദേശ മലയാളികൾ വളരെ നന്നായി കാര്യങ്ങൾ ഇടപെടുന്നവരാണ്. വിദേശ മലയാളികൾ എന്ന് പറയുമ്പോൾ ഗൾഫ് മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലും കനഡയിലുമെല്ലാം ധാരാളം മലയാളികളുണ്ട്. നമുക്കൊക്കെ അവരുമായി ബന്ധങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകളുടെ പരിശീലനങ്ങളുണ്ട്. എത്ര ആളുകളെ കണ്ടെത്തി. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവർക്കെല്ലാം ഇത്തരം കാര്യങ്ങൾ സഹായിക്കാനുള്ള ഫണ്ട് എന്നുള്ള പ്രവർത്തനമുണ്ട്. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആളുകൾക്കുണ്ട്. അത്തരം സാധ്യതകളെല്ലാം പരിശോധിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം പ്രഭാവം ചെയ്യാൻ എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയും എന്നാണ് നമുക്ക് നാളുകളുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ പിന്തുണയും ഉണ്ടാകുന്ന വാർത്തകൾ അതിൻ്റെ സഹായത്തിനായിട്ടാണ് എല്ലാവരുടെയും നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞ് ജനിച്ചപ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നൂൽവെട്ട് ചടങ്ങ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ ആണെങ്കിലും എല്ലാം സജസ്റ്റ് തരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ അസുഖം എന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഷോക്കായിട്ട് ഞാൻ അപ്പോൾ തന്നെ സജിത്തിനെ വിളിച്ച് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ സജിത്ത് പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് ഈ ജൂലൈ മാസം 20-ാം തീയതി വരുമ്പോൾ 2 വയസ്സാവും. എൻ്റെ വീട്ടിലും
അതേ പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയെങ്കിലും നമ്മളൊരു വ്യക്തി വിചാരിച്ചാലോ ഈ പള്ളിപ്പുറം പഞ്ചായത്ത് വിചാരിച്ചാലോ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സമൂഹം നമ്മളെല്ലാവരും കൂട്ടായി നിന്നാൽ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം എൻ്റെ ഭാഗത്ത് ഞാൻ മക്കളുടെ പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് നോക്കുന്നുണ്ട്. പ്രാധാന്യമേറിയ ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കേസിൽ വളരെ ഗൗരവമായ അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ പങ്കുചേരേണ്ടത് മനുഷ്യത്വം എല്ലാം കടമകളെയാണ് നടത്തുന്നത്. സ്വാഭാവികമായും ഇത്ര വലിയ തുക ഇങ്ങനെ സംഭരിക്കുന്നത് ആസ്തികളുണ്ടെങ്കിൽ അതും ശരിയാണ്. പക്ഷെ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ധൈര്യവും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. മനുഷ്യരെല്ലാവരും നല്ലവരാണ്, ആളുകളോട് സഹതാപമുള്ളവരാണ്, അവരുടെ കഴിവനുസരിച്ച് മറ്റുള്ളവർ സഹകരിക്കാൻ സഹായിക്കാൻ താല്പര്യമുള്ളവരാണ് മനുഷ്യരാളിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ വളരെ കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ കൂടെ ഇത് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുള്ള കാര്യമില്ല. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. ഈ കൂടിയിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇത്രയും ആളുകളോ കൊണ്ട് മാത്രം കൊടുക്കാവുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സമൂഹത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരു തലത്തിലേക്ക്, അത് എല്ലാ തലത്തിലേക്കും, അത് പുറത്തുള്ള ആളുകളാണെങ്കിലും അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കാവുന്ന തീവ്രമായ ശ്രമം നമുക്ക് നടത്തേണ്ടിയിരിക്കും. അതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇത് കൂടിയിരുന്നിട്ട് വിശേഷം നമുക്ക് കൂടിയിട്ട് കർമ്മ പദ്ധതി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയെല്ലാം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ നടപ്പിലാക്കാം. നമുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കേണ്ടി വരും, അക്കൗണ്ടുകൾ ചേരേണ്ടി വരും, അതുപോലെ UPA അക്കൗണ്ട് നേടാക്കേണ്ടി വരും, മറ്റ് ആളുകളുടെ സഹായത്താൽ പോലും ആളുകൾ സംഘടിപ്പിക്കാനും മറ്റേ ചില ബ്ലോഗർമാരൊക്കെ ഉണ്ട്. ഈ രംഗത്തെ കുറച്ച് പരിചയപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളൊരു ഒരു രൂപരേഖ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ കമ്മിറ്റി കൂടിയിട്ട് രൂപരേഖ ഉണ്ടാക്കാം. നമ്മുടെ കമ്മിറ്റി ഇനിയും ആളുകളെ ഓപ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പറയുന്ന ഒരു പ്രയാസമില്ല. നമ്മുടെ BJP ഗിരീഷും അതുപോലെ തന്നെ സുഷോത്തറിനെ കൂട്ടിച്ചേർക്കണം നമ്മൾ സാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും വിവിധ ഭാഗത്ത് ആരോഗ്യം ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു മടിയുമില്ല, ഒരു രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതങ്ങളൊന്നുമില്ല. ഈ കൊച്ചു മാത്രമാണ് മുന്നിൽ. കുട്ടിയുടെ അദ്വൈതിന്റെ മുഖം മാത്രമുള്ള മനസ്സ് ഇത്തരത്തിലൊരു നോക്കിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും വന്നു പറയുന്ന കാര്യമില്ല. കാരണം ആരും അറിഞ്ഞറിഞ്ഞ ഒരു നടക്കുന്നത് നമ്മുടെ ഒരു അതുപോലെ വന്നതല്ല. എന്നിരുന്നാലും ഈ വന്ന ആ സന്യാസിന് വരാനുള്ള സമയം കണ്ടെത്തി ഇവിടെ പങ്കുചേർക്കാൻ ചേർന്ന എല്ലാവർക്കും നല്ല മനസ്സിൽ ചേർന്ന് കലകുറിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതിപ്പോ നമ്മൾ കൂടിയിരിക്കുന്നതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടണം. ഒരു ചുരുക്കമായി മോനെ എത്തുമ്പോൾ ഒരു ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടാകും. പക്ഷേ മനുഷ്യരാശിക്ക് ഏത് പ്രതിസന്ധിയും കടക്കാനുള്ള സാഹചര്യമുണ്ട്. കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. വലിയൊരു മേഖല ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ഏറ്റവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള കൂട്ടായ്മയിൽ വ്യക്തിപരമായിട്ടും ഞാൻ പ്രതികരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും സഹകരണ മേഖലയിലെയും എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ.
കുഴിപ്പുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലിബിനി ചെല്ലി. അവരുടെ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള തുക എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ നമുക്കതൊരിക്കലും അപ്രാപ്യമായ ഒരു തുക അല്ല. കാരണം നമുക്ക് മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. കേരളം ഒരേ മനസ്സോടുകൂടി ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നപ്പോഴെല്ലാം നമുക്ക് അത്തരം തുക കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് അത്തരം ഉദാഹരണങ്ങൾ ഗൾഫ് നാടുകളിൽ ജയിലിൽ കിടന്നിരുന്ന അല്ലെങ്കിൽ ഭവിഷ്യത്ത് വിധിക്കപ്പെട്ട് കിടന്നിരുന്ന ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി ബോബി ചമ്മനോടൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് തുക സമാഹരിക്കുന്ന കാഴ്ച നമ്മൾ നടത്തുന്നതാണ്. അപ്പോൾ ആ കൊച്ചുമൃത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തുക കണ്ടെത്താൻ വേണ്ടി കഴിയും. സഹായിക്കാൻ കഴിയുന്ന നിരവധിയായ ആളുകളുണ്ട്. ആ ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയാവുന്ന മുഴുവൻ പരിപാടികളും നമ്മളെല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ മുഴുവൻ നമുക്കതിനായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത സംസാരിക്കുന്നതിനായിട്ട് വീഴ്ച ചെയ്യുന്നു. ഇതൊരു വർത്തമാനത്തിന്റെ ആവശ്യമില്ലാതുകൊണ്ട് ഈ സംരംഭത്തിന് എന്റെ പ്രസ്താവനയെ മുഴുവൻ തീരുമാനിക്കുന്നത് നമ്മുടെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധിയാണെന്ന് നമുക്കറിയാം. സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ്. നമുക്ക് കൂട്ടായ്മയോടെ മറികടക്കാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ വിശ്വാസം. നമ്മളെല്ലാവരും മനസ്സോടെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തമായ സന്ദേശം കൊടുക്കാൻ കഴിയും. അതിനെ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും എല്ലാവിധ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വ്യക്തിപരമായി ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ടായ രീതിയിൽ ചെയ്യാൻ ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഇതിൽ കൂടുതൽ സർക്കാർ സൗകര്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഞാൻ തയ്യാറാണെന്നുള്ള അറിയിക്കും. ഒരു അപൂർണമായ ഒരു നിർദ്ദേശവും ഒരിക്കലും പ്രയാസമുണ്ടാകരുത്. മറിച്ച് ഉൾപ്പെടുത്തേണ്ട ആളുകൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശവും വരേണ്ടത്. സഞ്ചാരികളായിട്ട് ഉദ്ദേശിക്കുന്നത് ഐഡിയൽ കൃഷ്ണൻ MLA, സഹാവത് ശർമ്മ, ഷൈനി, ഓഫീസാണ്. ഇതിൻ്റെ പ്രസിഡന്റായിട്ട് ചെയർമാനായിട്ട് രമണി അജയനും ജനറൽ കൺവീനറായിട്ട് MLA ടോമിയാണ് ഇതിലെ ഗവൺമെൻറ്റാണ്. പിന്നെ കുറച്ച് വൈസ് ചെയർമാന്മാരും ജോയിന്റ് കൺവീനർമാരുമാണ്. ഒരു എക്സിക്യൂട്ടീവ് ജനറൽ കമ്മിറ്റി എന്നുള്ള നമുക്ക് വൈസിംഗിലെ മുഴുവൻ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തും. വൈസ് ചെയർമാന്മാരുടെ ജോസുമാരുണ്ട്, തോളിരാജ്, CPയുടെ ബാബു, കോൺഗ്രസ് എസിൻ്റെ കലേഷ്, BJPയുടെ ശ്രീജിത്ത്, KR സുഭാഷ്, തോമസ് കാറ്റപ്പള്ളി, പള്ളിപ്പുറം പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മുഴുവനും പ്രതിപക്ഷ നേതാവ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടും. ജോയിന്റ് കൺവീനർമാരുടെ ജയൻ CK, രാജേഷ് ചിദംബരം, OJ ആന്റണി, PR സുനിൽ, KS വിനോദ്, സേതുലാൽ, നിധി, KS സജീഷ്, TV സജീവൻ, ഖജാൻജിയായിട്ട് അബ്രഹാം. വൈസ് പ്രസിഡന്റുമാരിൽ TV വീണ്ടും ആക്ടറും. ആരെങ്കിലും വിട്ടുപോയി പറഞ്ഞാൽ അവർക്ക് പോകാം. എന്തെങ്കിലും മാറ്റമൊന്നുമില്ല അതിൽ പറയാം. ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടവരെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ അത്
സെൻസ് അസോസിയേഷൻ്റെ